ഫ്രണ്ട്സ്, ഒരു തണുത്ത് വിറങ്ങലിച്ച വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം. നല്ല മഴയാണ് ഗൈസ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അതിൻ്റെ കൂടെ ഞാൻ കുളിക്കുകയും ചെയ്തപ്പോൾ നല്ല തണുപ്പായി. പിന്നെ ഒരു ചാക്കം കെട്ടും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടത്. ഞാൻ ഈ നോക്കുന്നത് ലൈറ്റ് കേട്ടോ. അത് ഞാൻ എന്താണെന്ന് പറയാം. ഇത് കണ്ടോ, ഇത്ര സാധനങ്ങൾ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളാണ്. 4 പാക്കറ്റുണ്ട്. 4 പാക്കറ്റിൽ എന്തൊക്കെയുണ്ട്, അതെങ്ങനെയൊക്കെയുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന വെട്ടത്തിൻ്റെ കേട്ടോ. അതായത് ഞാൻ അവിടെ സാധനം വയ്ക്കുമ്പോൾ വെട്ടമുണ്ട്, ഇവിടെ സാധനം വെക്കുമ്പോൾ വെട്ടം ചെറുതായിട്ട് കുറയുന്നുണ്ട്. ആ മഴയുടെ കേട്ടോ, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് സാധനത്തിൻ്റെ റിവ്യൂ കാണാം. ഫസ്റ്റ് സാധനം തന്നെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സാധനം, നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സിസേഴ്സ് കത്രിക. ഇതൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ മേടിച്ചാണ്, എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് അറിയാൻ വേണ്ടി മേടിച്ചാണ്. എന്നിട്ട് ആ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം എനിക്ക് വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു നേരിട്ടുള്ളൊരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം, സാധനം ഇതാണ്. ഞാൻ ആദ്യത്തെ പാക്കറ്റാണ് പൊട്ടിച്ചത്, ഇത് രണ്ടാമത്തെ പാക്കറ്റ് കേട്ടോ. പക്ഷേ ഞാൻ പറയാം, ഈ സിസേഴ്സ് ഒട്ടും നമുക്ക് യൂസ്ഫുൾ അല്ല. ഇത് ചുമ്മാ ടേബിൾ അലങ്കരിക്കാം എന്നല്ലാണ്ട് നമ്മുടെ മറ്റേ സിസേഴ്സിൻ്റെ അത്രയും വർക്ക് ചെയ്തൊന്നുമില്ല ഗൈസ്. അത്രയും മൂർച്ചയൊന്നുമില്ല. ഇത് വെറുതെ നമുക്ക് കാണാം എന്നല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. 77 രൂപയാണ് എനിക്കിത് മീഷോയിലായത്. ഞാൻ ആ ഒരു റേഞ്ചിലാണ് നോക്കി മേടിച്ചത്. അത് 77 രൂപയാണ് അതിന് ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ കമ്മൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പ്ലെയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മേടിച്ചിട്ട് പ്ലെയറാണ്. പക്ഷേ ഈ പ്ലെയറിന് ഇച്ചിരി കൂടി തിന്നാവണമെന്ന്, ചെറിയ പ്ലെയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ ഈ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പ്ലെയറാണ്. ഞാൻ വിചാരിച്ച അത്രയും ഒരു ഇതായിട്ട് എനിക്ക് കിട്ടിയില്ല. ഇത് വയർ കട്ടറാട്ടോ, ഇത് കട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും രണ്ടിൻ്റെ എമൗണ്ട് കാണും കണ്ടോ. ഇതിൻ്റെ കൂടെ ചെറിയ ഒരു സൈസ് നമ്മൾ ഈ ഒരു ഓർണമെൻറ്റ് മേക്കിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതും യൂസ്ഫുൾ ആട്ടോ. ഞാനിത് എന്തായാലും ഞാൻ റിട്ടേൺ അയക്കുന്നില്ല. കാരണം എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് വരുന്നതെന്ന് പറയത്തില്ല. അത് മാത്രമല്ല, എനിക്ക് ഈ ടൂൾസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവരുടെ കയ്യിലൊന്നും ഇത് പെടാതിരിക്കുക. കാരണം അത് ഏറ്റവും വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ ഒളിച്ചും പാത്തുമാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത്. എല്ലാം പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഈ ഒരു സാധനം എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂസ്ഫുൾ ആകും. 111 രൂപയാണ് എനിക്കിതിന് മീഷോയിലായത് കേട്ടോ. അപ്പോൾ അതെ, ഈ ഒരു പാക്കറ്റ് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പാക്കറ്റ്. ഞാൻ 4 പാക്കറ്റാണ് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും വലിയ പാക്കറ്റ് ഇതാണ്. ഇതുകൊണ്ട് എനിക്ക് രണ്ടുണ്ട് കാര്യം. ഇത് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ, അതായത് ഇപ്പം ഞാൻ ക്ലേ സീരീസ് ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടാണ്. എന്താ സാധനം എന്നറിയാം, നമ്മൾ കൂടുതൽ വീഡിയോസ് ഇപ്പോൾ വൈറലായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ. അതായത് ഇത് പൈപ്പ് ക്ലീനേഴ്സാണ് ഗൈസ്. പൈപ്പ് ക്ലീനേഴ്സിൻ്റെ ഒരു സെറ്റാണ്. 10 വെച്ചാണ് ഇതിൻ്റെ സെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംഭവം ഒത്തിരി ഉണ്ട്. 250 ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഇതിൻ്റെ റേഞ്ച് വന്നത്. എന്തായാലും ഞാൻ പറയാം. ഇത് കണ്ട് നല്ല രസം. പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. ഈ വെൽവെറ്റ് പോലിരിക്കും. ഈ കവറൊക്കെ എനിക്ക് പെയ്യെ തുറക്കാകത്തുള്ളൂ. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ എൻ്റെ ഓൺ വോയിസിൽ നേരിട്ട് അങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ റൂമിൽ 2 പേര് കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിതല്ലാണ്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഇത് രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതെ, അതിൻ്റെ കൂടെ 2 ടേപ്പുണ്ട്. നമ്മുടെ ആ താഴെയായിട്ട് ഒട്ടിക്കുന്ന ടേപ്പുണ്ട്. പിന്നെ ഇത് അതിനുള്ള സ്റ്റെമ്മും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാധനം വെച്ച് ഒരു സീരീസ് ചെയ്യണം. പിന്നെ എനിക്ക് ഇതുകൊണ്ട് ബൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ 270 രൂപയാണ് ഇതിൻ്റെ ഒരു ചാർജ് വരുന്നത്. അതെ, കുറേ വേസ്റ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ഐറ്റം ഈ ഒരു പൗച്ചാണ്. ഈ ഒരു പൗച്ചിനാണ് ഞാൻ കുറേ ആഗ്രഹിച്ച് കാത്തിരുന്നത്. കാരണം എനിക്ക് ഈ പൗച്ചിന് നല്ല ആവശ്യമുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഇടാനും. 2, എൻ്റെ കുഞ്ഞുങ്ങളുടെ മരുന്ന് വെക്കാൻ എനിക്ക് 2 പൗച്ചിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് മീഷോന്ന് ഈ ഒരു പൗച്ച്. പക്ഷേ ഈ ഒരു പൗച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മേക്കപ്പ് പൗച്ചാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഒതുങ്ങിയ പൗച്ചാണ് കേട്ടോ. നമുക്ക് ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ഒരു സുഖമാണ്. അകത്തൊന്നും വലിയ കനമുള്ളതായിട്ടൊന്നുമില്ല. ഇത് കുറച്ച് നാളെങ്കിലും നമ്മുടെ കയ്യിൽ നിൽക്കും. പക്ഷേ നല്ല ലുക്കാട്ടോ കാണാൻ. ഇതാണ് ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള 99 രൂപയുടെ പൗച്ച്. നിങ്ങൾ വിശ്വസിക്കുക ഗൈസ്. പക്ഷേ വിശ്വസിക്കുന്ന ഗൈസ്, ഇതിന് 99 രൂപയുള്ളൂ. ഈ ടാഗിൽ കാണാമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് പോയി മേടിച്ചത്. അതുകൊണ്ട് തന്നെ ടാഗ് അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ടാഗ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഈ ഒരു പൗച്ച് ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ മെഡിസിൻ പൗച്ചാണ്. ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് വന്നപ്പോൾ ഞാനത് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ ഒരു പൗച്ചിൻ്റെ ഉൾഭാഗം കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ 99 രൂപയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടും. അതെ, ഇതിന് 88 രൂപയാണ്. കണ്ടില്ലേ ഈ ഒരു 2 പൗച്ചിൻ്റെ വ്യത്യാസം. ഈ ഒരു പൗച്ച് കണ്ടോ ഗൈസ്, ഇതിൻ്റെ ആ ഒരു തിക്നെസ്സോ. പക്ഷേ സംഭവം ഞാൻ പറയാം, ഇത് നല്ല ഒതുങ്ങിയിരിക്കുന്നൊരു പൗച്ചാണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഒതുങ്ങിയിരിക്കും. ഇതാണ് നമ്മുടെ 99 രൂപയുടെ വിശാൽ മാർട്ടിൻ്റെ പൗച്ച്. പക്ഷേ ഇത് എനിക്ക് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തോന്നി. കാരണം ഇത്രയും ക്വാളിറ്റിയിലൊക്കെ 99 രൂപയ്ക്ക് കിട്ടുമോ? നിങ്ങൾ എന്താ പറയുന്നത്? അത് നിങ്ങളുടെ കമൻറ്റ് ചെയ്ത് പറയാൻ കേട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. അപ്പോൾ പിന്നെന്താ, എൻ്റെ ഈ സാധനങ്ങൾ, എൻ്റെ മേക്കപ്പ് ചില സാധനങ്ങൾ, ഇത് പെൻസിൽ പൗച്ചാണ് യഥാർത്ഥത്തിൽ. ഇതാണ് ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ചായിട്ട് കൊണ്ടുനടക്കുന്നത്. എത്ര
ദാരിദ്ര്യമാണ് എനിക്ക്. എൻ്റെ പൗച്ചിൽ ഒരു മോയ്സ്ചറൈസർ ക്രീം, പിന്നെ ഒരു സൺസ്ക്രീൻ, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ, ലോഷനും ഒക്കെ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു സാധനങ്ങളും ഞാൻ എൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കാറില്ല. വെറുതെ വെളുക്കാൻ തെച്ചത് പണ്ടാവേണ്ട അവസ്ഥയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ ഉള്ള സാധനങ്ങൾ പോലും ഉപയോഗിക്കാറില്ല. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പലരും ഇപ്പോൾ ലിപ്സ്റ്റിക്ക് പോലും ഇടാതെ കോളേജിൽ പോകുന്ന പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. പക്ഷേ അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ടിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അപ്പോൾ അതെൻ്റെ മാത്രം അഭിപ്രായം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയണേ. ഓക്കെ, ബൈ.